ഇല്ല പതുക്കെ 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 ഓടണ്ട തുറക്കാം കയറി ഇത് വഴി കയറി ചാടി കയറി ഓടി ചാടി കയറാൻ പറ്റുന്നില്ലേ സൈഡ് വണ്ടി ആയത് കുഴിയിലാണ് കേട്ടോ പിടിച്ചോ മോനെ എവിടെയെങ്കിലും നോക്കട്ടെ നമ്മൾ ഇടിച്ചോ പോട്ടെ അവിടെ കടന്നോ മക്കൾ പോകാം നമുക്ക് നാട്ടിൽ പോവാം അപ്പച്ചനമ്മച്ചയും കാണാൻ പോവാം. എന്തോരം വാഴകളാ ബാക്കിയൊന്നും കിടക്കണേ. ഇത് മൊത്തം കച്ചവടം നടത്തുന്നത് തമിഴരാ. കർണാടകക്കാർ വളരെ കുറവാണ് ഇതിൽ കച്ചവടം നടത്തുന്നത്. 2 കിലോമീറ്റർ ആയല്ലേ നമ്മളവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ആയി അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ഇനിയൊരു 30 കിലോമീറ്റർ കൂടെ ഉണ്ടാവും നമുക്ക് ഹൈവേയിൽ കയറാൻ. ഇവിടുത്തെയും പണി ഏകദേശം തീരാറായി കേട്ടോ മെട്രോയുടെ. ഇത്രയും വർഷമായി ഇവിടെ വന്നിട്ട് ഇത് ഏതാനും സ്ഥലമൊന്ന് ഇതുവരെ അറിയില്ല. ബാഗ്മാന വേൾഡ് ടെക്നോളജി സെന്റർ. റോക്കി എന്തിനാ കഥയ്ക്കുന്നത്? റോക്കി അവിടെ കിട. പിന്നെ ഇനി അവൻ കാഴ്ചകൾ കാണട്ടെ അല്ലേടാ റോക്കി. റോക്കി കാഴ്ചകൾ. എനിക്ക് ബാംഗ്ലൂരിൽ ഏറ്റവും ഇഷ്ടം എന്നാന്നറിയാട്ടാ, ഈ എല്ലാ കെട്ടിടത്തിന്റെ മുകളിലും പൂക്കളും ചെടികളും. ഇഷ്ടം. ഒരു ചെറിയ വീടായാലും അവർ കുറേ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. ഒരു അമ്പലവും നല്ലൊരു അമ്പലവും കൂടിയാണ്. നല്ല രസമുള്ളൊരു അമ്പലം. അതിന്റെ അപ്പുറത്തൊരു ഹനുമാന്റെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു വലുത്. ടോൾ റോഡ് എത്തിയോ? ടോൾ റോഡ് എത്താറായെന്ന് തോന്നുന്നു. ഇത് കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോ പക്ഷെ വേഗം നിങ്ങൾ എത്തിയതുപോലെ ഒന്നല്ലേ? ഹൊസൂർ മെയിൻ റോഡ് ബാംഗ്ലൂർ ഇല്ലേ? പക്ഷെ എല്ലാ പ്രാവശ്യം ഒരേ വഴിയല്ലേ പോകുന്നു നമ്മള് രാത്രിയിലല്ലേ വന്നിട്ടുള്ളൂ. ഇവിടെയോ? അല്ലല്ലോ, വെളുപ്പാൻ കാലത്ത് രാവിലെ തിരിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് സിറ്റി സേലം കന്യാകുമാരി. ഇവിടുന്ന് ഹൈവേയിൽ കയറാൻ പറയുന്നു. ഹൈവേ കയറാൻ പറയുന്നു. ഇനിയിപ്പോ ഇത് നമ്മൾ കയറി ഹൈവേയിൽ കയറി ഈ റോഡ് നേരെ പോകുന്നത് കന്യാകുമാരിയിൽ ചെന്ന് കയറാം. നമുക്ക് കന്യാകുമാരിക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് തിരിയാം. നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴുണ്ടല്ലോ, രാവിലെ വന്നു 7 മണിക്കോ 8 മണിക്കോ എന്തോ വന്നു. നാട്ടിൽ നിന്ന് വന്നപ്പം തിരിച്ചു വന്നില്ലേ? 7 മണിക്കോ 8 മണിക്കോ വെച്ചാൽ ഇവിടെ വന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. വലിയ തിരക്കൊന്നുമില്ലാതെ റോഡ്. ഇലക്ട്രോണിക് സിറ്റി. ഇതേ മെട്രോ പോണു. മെട്രോ ഇപ്പൊ കേരളത്തെ പോലെ ഇവിടെയും ക്യാമറകൾ എല്ലാം ആക്റ്റീവ് ആയിട്ടുണ്ട്. സ്പീഡ് പറയുന്നതിനപ്പുറം പോയി കഴിഞ്ഞാൽ അപ്പം ഫോട്ടോ അടിച്ച് വരും. ഫസ്റ്റ് ടോൾ റോഡ്. ഇത് ഏതാ സ്ഥലം? ഇലക്ട്രോണിക് സിറ്റി ആംബുലൻസ് VIP. സ്കൂട്ടറിനൊക്കെ വേണ്ടി അവിടെ ചെറിയൊരു സംഭവം ഉണ്ടാക്കി. ഒരു ടോൾ പ്ലാസ എത്തിയല്ലേ? ഒന്ന് കഴിഞ്ഞു. രണ്ടാമത്തെ ടോൾ പ്ലാസ. ബാംഗ്ലൂർ എത്രണ്ണം ഉണ്ട്? ഇതേതാ ടോൾ പ്ലാസ? പേരോ എഴുതിയിട്ടുണ്ടോ? പേരോ? ട്രക്ക്, കാറ്, ജീപ്പ്, വാന്. എന്ത് ക്യൂ കിടക്കുന്ന? ഇപ്പൊ നമ്മളവിടെ പോകുമ്പോൾ വീണ്ടും താമസിക്കുമല്ലോ. ലോറിയുടെ ബാക്കി കയറിയാൽ മതിയായിരുന്നു. കയറാൻ പറ്റൂ?
ഇതാ വരുന്നു ബാക്കിൽ. ഓ കാർ കയറി പോണു. ഇത് നീങ്ങി. അഡ്വർടൈസ്മെന്റ് ബോർഡിൽ നോക്കിയാൽ എന്തുവാ കാർഡ് പിടിച്ച് കിടക്കുന്നത് ഒരുപാട് മനുഷ്യരുടെ കോലം വരച്ചു വെച്ചു. അത് നല്ലൊരു ഡിസൈൻ ആയില്ലേ? അത് നോക്കട്ടെ. അവിടെ നമ്മൾ ചെടി ഇങ്ങനെ വളർത്തിയെടുക്കണമെന്ന് വെച്ചാൽ നടക്കുമോ? അതിപ്പോ അത് ലോറി കാരണം കാണാൻ പറ്റത്തില്ല. നല്ല സ്പീഡ്. ഇതല്ലേ ഇത്? ആ പരസ്യത്തിന്റെ അല്ലേ? അഡ്വർടൈസ്മെന്റ് ബോർഡ്. പക്ഷെ നല്ല രസമുണ്ട് ചേട്ടാ. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മറ്റേ ചെലന്തി വില. മധുരൈ, കോയമ്പത്തൂര്, ചെന്നൈ. കിലോമീറ്റർ വല്ലതും പറയുന്നുണ്ടോ? മധുരയ്ക്ക് 386. സേലം 169. 2 മണിക്കൂർ കൊണ്ട് സേലം എത്തുവോ? ഇല്ല, ടോൾ റോഡ് സ്റ്റാർട്ടായി. നല്ല സൂപ്പറായിട്ട് നല്ല രസമുണ്ടല്ലേ? അപ്പണേ ഹുസൂർ റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ഭീമയുടെ ഒരു ബോർഡ്. ഇവിടെ ആ ഭീമ ഇവിടെ. പക്ഷെ ഞാൻ അങ്ങോട്ട് എവിടെ കണ്ടത്? അങ്ങും അവിടെ ഒരു മുക്കത്തൊരു അമ്പലം ഇരിപ്പുണ്ട്. പക്ഷെ ഇത് നമ്മൾ ആ സൈഡിൽ കറങ്ങിയാ പോകുന്നേന്ന് തോന്നുന്നില്ല. കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഞാൻ കണ്ടത് വഴി കാണാൻ പറ്റുമെന്നോ? ഇങ്ങോട്ട് പറ്റുന്നില്ല. ചെറുതായിട്ട് കാണാം. അയ്യോ, ഇത്രയും പൊക്കത്ത് ഇത് എങ്ങനെ കേറിപ്പോവും? വഴിവല്ലോണ്ടോ എന്തോ? പാറക്കൂട്ടത്തിനകത്ത് ഗോപുരം മാത്രം കാണാം. കാറ്റാടി. ഇത് ഇങ്ങോട്ട് പോകുന്നതാണല്ലോ കേട്ടോ. അത് ഇത് ഇങ്ങോട്ട് എവിടെ പോവാനോ? അത് ഇത് 3 ഫാൻ ഉണ്ട്, 3 ലീഫ് ഉണ്ട് കേട്ടോ. ഒരു ഇതിനുള്ള ഒന്നിന്റെ ഇതാണ്. ഇതിന്റെ ബോഡി എവിടെയാണ്? ഇത് ബാക്കിൽ എവിടെയും കാണും. ഏകദേശം 30 മീറ്റർ കൂടുതൽ നീളമുണ്ടെന്ന് തോന്നുന്നു. എന്ത് പൂക്കളാന്നൊക്കെ എല്ലാം പൂത്തിരിക്കുന്നു. നല്ല അവിടെയൊക്കെ നല്ല രസമായിരുന്നു. മഞ്ഞ ചുവപ്പും കൂടെ നല്ല രസമുണ്ട്. റോക്കി എന്തിനാണ് കഥയ്ക്കുന്നത്? ആ മലയുടെ അടുത്തെത്തിയതുപോലെ തോന്നുന്നു. ഏതാണ് സ്ഥലം എന്ന് അറിഞ്ഞൂടാ. കൃഷ്ണഗിരി എന്തോ 29. കൃഷ്ണഗിരി ഒരു 24 കിലോമീറ്റർ കാണാം. 24-25 കിലോമീറ്റർ കാണാം. കൃഷ്ണഗിരി 27 കിലോമീറ്റർ. 27. എത്തി, അതിന്റെ അടുത്തെത്തി. ഞാൻ പറഞ്ഞില്ലേ അടുത്തൂടെയാ പോകുന്നതെന്ന്. കൂട്ടത്തിന്റെ അടുത്ത് ഓരോ കല്ലും മുകളിലോട്ട് പറക്കി വെച്ചിരിക്കുന്നവരുണ്ട്. നമ്മള് ഏകദേശം ഒരു വെളുപ്പിന് 6-7 മണിയാവുമ്പോ തിരുവനന്തപുരം എത്തുമായിരിക്കും. 7 മണിക്ക് എത്തുമോ? എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിന്റെ മരങ്ങൾ നോക്കിക്കേ, നല്ല രസമുണ്ടല്ലേ? വെട്ടി വെട്ടിക്കുന്ന പോലെ ഇരിക്കുന്ന. ആ പാറ ഉരുണ്ട് വരുമോ തോന്നി. അതുകൊണ്ടൊരു വണ്ടി എതിർ സൈഡ് കയറി വരുന്നു. ഞാൻ ഇതിൽ ആ മഞ്ഞപ്പൂവില്ലേ, അതിന്റെ ഒരു ടൈപ്പ് ചെടിയാണ് അന്ന് വയനാട്ടിൽ നിന്ന് നല്ല പൈസ കൊടുത്ത് മേടിച്ചോണ്ട് വെച്ചത്. അത് ചട്ടിക്കകത്ത് അതിന് വേണോ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷെ ഇത് നോക്കിക്കേ, ഒരു കെയറിങ്ങും ഇല്ല, ഒന്നുമില്ല. നല്ലതായിട്ട് പൂത്ത്. ഇത് ഇവിടെ
ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വന്ന് ഇതിലൊക്കെ വെള്ളം ഒഴിക്കും. പക്ഷെ എന്നാൽ ഇത്രയും വെയിലില്ലേ, എന്നിട്ട് നോക്കിക്കേ അടുത്ത പാറയുടെ കുന്നൊക്കെ വരാൻ തുടങ്ങി. റോക്കി ഭായ് എന്ത് ചെയ്യാ? ഷോക്കി കതച്ച് 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 വെച്ചതായിരിക്കുന്നു. കുറെ കഴിയുമ്പോ വെള്ളം കൊടുക്കണം. അങ്ങനെ ഇരുന്നൂടെ? കുറച്ചേരം ഇരിക്കും. റോക്കിയുടെ കിടന്നോ? റോക്കി കിടക്ക്. അവൻ കിടന്നതാ. ആ മലയുടെ അടുത്തോട്ട് വണ്ടി പോകുന്നുണ്ട് കണ്ടോ? ഇവിടെ നിന്നാണോ റോഡ് തിരിയുന്നേ? ഇവിടെ നിന്നല്ല അല്ലേ, ഓട്ടോക്കാർ കയറി വരുന്നത് ഇങ്ങോട്ട്. എല്ലാ കല്ലും അവിടെ പറക്കി പറക്കി വെച്ചിട്ട് മല ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ. എപ്പോഴെങ്കിലും പൊട്ടി വീണതായിരിക്കും അല്ലേ? പൊട്ടിച്ചതായിരിക്കുമോ? ഇല്ല, പൊട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ പാറ പൊട്ടിയിരിക്കുക. ഇവിടെ ഈ മഴ സമയത്തൊക്കെ പേടിക്കേണ്ടി വരും അല്ലേ? ഭയങ്കരമായിട്ട് മഴ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ കല്ലുകളൊക്കെ ഉരുണ്ട് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ടല്ലോ, അതേതാ? യൂസർ ഫ്രീ കളക്ഷൻ ടൂൾ പോത്ത് വരാൻ സമയമായി. 1.25 കിലോമീറ്റർ. മൂന്നാമത്തതല്ലേ? മൂന്നാമത്തെ നാലാമത്തേക്കായി. ഇല്ല, ഇത് മൂന്നാമത്തെ. നമ്മുടെ മൂന്നിടത്ത് കാണിച്ചല്ലോ. ഇല്ല ഇല്ല ഇല്ല, രണ്ടിടത്തേ കാണിച്ചുള്ളൂ. ആണോ? ഇവിടെ നമുക്ക് നോക്കിയാലോ? എന്തോന്ന്? നിർത്തിയെങ്കിൽ നോക്കിക്കോ. പിന്നെ രാത്രി ആയി പോയാൽ പിന്നെ പ്രശ്നമാവൂല്ലേ എവിടെയെങ്കിലും? അവനെ കുറച്ച് നേരത്തെ അവന് ചെയ്യുവാണെങ്കിൽ വെള്ളവും കൊടുക്കുക. ഇത്രയും നേരം ആയില്ലേ? ഈ ടോൾ ബൂത്ത് നോക്കാം നമുക്ക്. കൊണ്ടോ നോക്കാം. ഇന്നലെ അവിടെ ഒരിടത്തുനിന്ന് കരിക്കുടിക്കാൻ പോയി. കരിക്കും വെള്ളം എടുത്ത് ഞങ്ങൾ പറഞ്ഞത് വെട്ടി തന്നില്ല. അവരവരുടെ ഇഷ്ടത്തിന് എടുത്ത് വെട്ടി. നോക്കിയപ്പോ എനിക്ക് തോന്നുന്നത് അത് ഏകദേശം 1 മാസത്തിൽ കൂടുതലായി കാണും. ഒരു മാസത്തിൽ കൂടുതലായി കാണും അത് തെങ്ങിന്ന് വെട്ടി ഇറക്കിയിട്ട്. കാരണം അത് വെട്ടി കഴിഞ്ഞപ്പോ അതിനകത്തുള്ള ചിരട്ട പോലത്തെ ചെറിയ ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കറുകറായിരിക്കുന്നു. വെള്ളം കുടിച്ചേട്ടാ? വെള്ളം കുടിച്ചൊരു വാട വെള്ളം കുടിച്ചു. പിന്നെ അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. നല്ല തിരക്കില് കിടക്കുന്നല്ല കാറുകളെല്ലാം ഇങ്ങോട്ട് കിടക്കുന്നു. കൃഷ്ണഗിരി ടോൾ പ്ലാസ. കൃഷ്ണഗിരി നിർത്തുന്നുണ്ടോ ഇത് കഴിഞ്ഞിട്ട്? ഇവിടെ ഇറങ്ങി ചോദിച്ചോ. ബസ്സുകാരൊക്കെ സ്പീഡിന് കയറി പോകണം. അത് അതിനകത്ത് കയറി പോകുന്നിട്ട് ഇത്ര സ്പീഡിനായിട്ട് എവിടെ ഏതിനകത്ത് കയറി പോകും? എന്തോ കൊണ്ടുവരുന്നല്ല കപ്പലുണ്ട്. അതിൻ്റെ കൂടെ ആൾക്കാർ ഇറങ്ങുകയും ചെയ്തു. ബസ് സ്റ്റോപ്പുമായി. മടുത്തോടാ? ഇപ്പോഴേ നീ മടുത്തോ? കണ്ണു സങ്കടം വന്നോ? പോട്ടെ. പോടാ. കിടന്നോ നീ കിടന്നോ. അമ്മ വെളിയുണ്ട്. അമ്മ വെളിയിലുണ്ട്. അങ്ങനെ ഇപ്പൊ ഇത് കൃഷ്ണഗിരി ടോൾ പ്ലാസ കഴിഞ്ഞ്. പക്ഷെ നമ്മൾ ആ മെഡിക്കൽ കോളേജ് വന്നത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. കൃഷ്ണഗിരി മെഡിക്കൽ കോളേജ് ഇതിപ്പോ ഹൈവേയിലായിരുന്നു. ഇപ്പൊ 94 കിലോമീറ്റർ ഞങ്ങൾ വന്നു. 94 മിനിറ്റ് വന്നപ്പോ ഒന്ന് ഇറങ്ങി, അവനെ ഒന്ന് പുറത്തിറക്കി. പക്ഷെ അപ്പോഴും നമ്മളത് വീഡിയോ എടുത്തില്ല. അതിന് വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ ഇവിടുന്ന് ഇതെടുത്തു, എന്താ പറയാ, ഫാസ്ടാഗ് എടുത്തു. എത്ര രൂപയായി? അത് അവര് 60 രൂപയാണ് അതിന്റെ ചാർജ്. അതിൽ 100 രൂപ ബാലൻസ് വരുമെന്ന് പറഞ്ഞു. പിന്നെ 500 രൂപയ്ക്ക് ചാർജ് ചെയ്തു. അപ്പൊ അങ്ങനെ ഇപ്പൊ മൊത്തം 600 രൂപ ബാലൻസ് ഉണ്ടാവും. അപ്പൊ ഈ നമ്മുടെ പഴയത് അതിലിരിക്കട്ടെ, അതിന്റെ ആവശ്യമില്ല, അത് ഇൻവാലിഡ് ആയി. അപ്പൊ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇതിൽ ഒട്ടിക്കണ്ട. നമുക്ക് ചില ടൂൾ പ്ലാസകളിൽ ഇത് ഐഡന്റിറ്റി കാർഡ് അവർക്ക് പറ്റില്ല എന്ന് പറയില്ലേ, അവിടെ മാത്രം അത് കാണിച്ചു പോവാം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പോകുന്നിടത്ത് രണ്ടിടത്തേ ഉള്ളൂ ഈ പ്രശ്നം.
അല്ലേ? ബാക്കിയുള്ളിടത്തൊന്നും അവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ രണ്ടിടത്ത് മാത്രം എന്താ റൂള് മാറ്റം? രണ്ടിടത്തല്ല, അവിടെ 4 ടോൾ പ്ലാസ എന്തോ ഒരു ഏജൻസിയുടെയാണ്. അപ്പൊ അവർക്കാണ് പക്ഷെ 4 പേർക്കും പ്രശ്നമില്ലല്ലോ. രണ്ടിടത്ത് പിന്നെ അവര് പറയുമ്പോ അവിടുന്ന് വിടുന്നുണ്ട്. രണ്ടിടത്ത് അവര് അത് പൈസ മേടിച്ചേ വിടുള്ളൂ. അത് ഫാസ്ടാഗ് ഇല്ല എങ്കിൽ ഡബിൾ അടയ്ക്കേണ്ടി വരും. ഇപ്പൊ 200 രൂപയാണെങ്കിൽ 400 രൂപ അടയ്ക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കൊരു കോള് വന്നു കേട്ടോ, തിരിച്ചോ ഇല്ലേന്ന്. മിഞ്ചേട്ടാ, ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ടു മനസ്സിലാക്കി പോണമെങ്കിലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇപ്പൊ 725 കിലോമീറ്റർ നമുക്കുള്ളത് ബാംഗ്ലൂർ തൊട്ട് 30. ഒരു 100 കിലോമീറ്റർ വെച്ച് നമ്മൾ നിർത്തി അവിടെ സ്റ്റേ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളും, ഇപ്പൊ നമ്മൾ ഹൈവേ വഴിയല്ലേ പോകുന്നേ, ഇതിന്റെ ഓരോ സിറ്റിയിലും പോയി അത് കണ്ടാലേ അവിടുത്തെ വിശേഷങ്ങളും അത് കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റുള്ളൂ. കൃഷ്ണഗിരി കഴിഞ്ഞ് 15 കിലോമീറ്ററോളായി. ഒരു 15 കിലോമീറ്റർ ആയി. സമയം 6 മണിയാവാൻ പോകുന്നു. ഇനി അടുത്ത് സേലാണെന്ന് തോന്നുന്നു. സേലം എത്തുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടാവുമായിരിക്കും. പിന്നെ അവിടെ എത്തുമ്പോൾ ഇരുട്ടാവും. ഇപ്പൊ ചെറിയൊരു മങ്ങൽ വന്നതേ ഉള്ളൂ. ചെറുത് സേലം എത്തുമ്പോ ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിയും. ആണല്ലേ? ഇവിടെയുണ്ട് റോഡരികത്ത്. ഇവിടെയുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ. സ്ട്രീറ്റ് ലൈറ്റ് അല്ല, ഇവിടെ പൂക്കളുണ്ട്. ലൈറ്റും ഉണ്ടല്ലോ, സ്ട്രീറ്റ് ലൈറ്റും ഉണ്ടല്ലോ. ഒന്നും ഓൺ ആയിട്ടില്ല, പൂക്കളുണ്ട്. പക്ഷെ നല്ല വൃത്തി പോലെ തോന്നുന്നല്ലേ? ഇതിന്റെ ഫ്ലൈ ഓവർ കയറി പോകുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഒരു ആൾവാസം ഇല്ലല്ലോ, ജനസാന്ദ്രത ഉണ്ടെങ്കിലല്ലേ അവിടെ മാലിന്യങ്ങൾ കൂടുള്ളൂ. പക്ഷെ എന്നാലും കുറച്ചൊക്കെ വൃത്തിയുള്ള ഉണ്ട്. വീടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അടുത്ത ടോൾ പ്ലാസ എത്തി അല്ലേ? ടോൾ പ്ലാസ എത്തി. പാളയം ടോൾ പ്ലാസ. എന്താ ഇവിടെ ഇത്ര ഒതുക്കി വെച്ചേക്കുന്നത്? ഒതുങ്ങി പോവുക വണ്ടി. അതിന് കഴിയുമ്പോഴേ പ്രശ്നമാണ്. ഇത് പാളയം ടോൾ പ്ലാസ കഴിഞ്ഞ് 158 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു. പക്ഷെ പാളയം എന്ന് പറയുമ്പോഴേ നമ്മൾ ട്രിവാൻഡ്രം പാളയത്ത് അവിടെ എന്തൊക്കെയാ ഉള്ളത്? പാളയം പള്ളിയുണ്ട്, മസ്ജിദ് ഉണ്ട്, പിന്നെ ഒരു അമ്പലം ഉണ്ടല്ലോ. എനിക്കറിയില്ല കേട്ടോ. എന്തറിയാം, പള്ളിയും ഉണ്ട്, മുസ്ലിം പള്ളിയും നമ്മുടെ ഇതുകൊണ്ട് അറിയാം. പിന്നെ പാളയം ചന്ത കൂടുതലും കേൾക്കുന്നുള്ളൂ. പാളയം ചന്ത 158 കിലോമീറ്റർ. 158 കിലോമീറ്റർ. ഏകദേശം നന്നായിട്ട് ഇരുട്ടി തുടങ്ങി. മണി 6:30 അല്ലേ? 6 ആയപ്പോഴേ നന്നായിട്ട് ഇരുട്ടിയിരിക്കുന്നു. പിന്നെ കേരളത്തിലോട്ട് മഴയാന്ന് പറയുന്നുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് നല്ല മഴയുണ്ടെന്ന് പറയുന്നു. നമ്മുടെ സാധനം എത്തുന്നവരെ മഴ ദൈവമേ കുറഞ്ഞിരുന്നാ മതിയായിരുന്നു. അവര് പിന്നെ ഒരു ഇത് പിന്നീട് ഇടുമെന്ന് പറഞ്ഞായിരുന്നു. സാധനം ഇറക്കിയിട്ടേ, ഇരിക്കുന്നൊരു സാധനം ഇറക്കിയിട്ട് സ്റ്റീൽ എന്താ പറയുന്നത്, ഡോർ ഇറക്കിയിട്ട്. പക്ഷെ ഡോറിന് വലിയ വില പറയുന്നില്ലല്ലോ കേട്ടോ. 18,000 രൂപ. എവിടത്തെ മേഡിനെന്നല്ല പറഞ്ഞായിരുന്നു. അതെന്തോ ഇന്ത്യൻ മേഡല്ലല്ലോ, എന്തോ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അപ്പോഴത് ഓർത്തില്ല. പക്ഷെ അവര് പറഞ്ഞ് ശകല സൈഡ് കാണിച്ചു. പക്ഷെ നല്ല കനമൊക്കെ ഉണ്ട് കേട്ടോ. പെയിന്റ് ചെയ്തെടുക്കണം. പെയിന്റിങ്ങാ? നല്ല പെയിന്റ്, നല്ല ഫിനിഷ് ആയിട്ടിരിക്കുന്നതാ. വെള്ളക്കൽ അത്യാവശ്യം പോയിക്കോട്ടെ. അത്യാവശ്യമുള്ളവരെല്ലാം പോണം. സേലം 47. അയ്യോടാ പറ്റില്ല, അത് വണ്ടി വരുന്നു. ഇവിടെ കയറാം, ഇവിടെ കയറുന്നുണ്ട്. പതുക്കെ നോക്കി. അത് നല്ല സ്പീഡിനായിരിക്കും വണ്ടികൾ വരുന്നത്. ഓ, ഹെവിക്ക് വേറെയും അല്ലേ? ഇത് ഒത്തിരി വളവുള്ളതുകൊണ്ട് അല്ലേ ഈ റോഡ്? വളവുണ്ട്. ഇവിടെ എന്തോ ഒരു ആക്സിഡന്റ് പ്രോൺ ഏരിയയാണിത്. അവിടെ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ആരാ ഈ കേട്ടിട്ട് ആരാ സ്പീഡ് കുറച്ച് പോകുന്നത്? സ്പീഡ് ലിമിറ്റ് 30 ആണ്. ഇപ്പൊ
മാറിയല്ലോ, 2-1 കുരങ്ങന്മാരൊക്കെ നേരത്തെ ഇങ്ങ് താഴെ അറ്റം വരെ ഇങ്ങ് വരെ ഉണ്ടായിരുന്നു തോന്നുന്നു. കുറച്ചുകൂടെ ഉണ്ട്, ഇപ്പൊ മാറി ഇച്ചിരി ദൂരത്തേക്ക്. ഒത്തിരി സമയം എടുക്കായിരുന്നു മുമ്പൊക്കെ വരുമ്പോ ഇവിടെ ക്രോസ് ചെയ്യാൻ. കുറച്ചൊക്കെ ഉണ്ട്, റോഡ് കുറച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഇവിടെ. നല്ല വളവുണ്ട് കേട്ടോ, അത് നല്ല വളവാ. കണ്ടോ, ഇവിടെ തിരിഞ്ഞിട്ട് അടുത്ത് അങ്ങോട്ട് വളയുന്ന. മാത്രല്ല കാടും കൂടെ അല്ലേ. ഇവിടെ എഴുതിയിട്ടുണ്ട് സ്പീഡ് ലിമിറ്റ് 30. നമ്മളത് എന്ത് സ്പീഡിനാ ഫ്രണ്ടിലെ വണ്ടികൾ പോകുന്നത്? പോകുന്നതായിരിക്കും. പകൽ വരുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ചെറിയ തിരക്ക് കൂടിയല്ലേ. സേലം എത്താറായല്ലേ, ഇനി 20-25 കിലോമീറ്റർ. ഫ്രണ്ടിൽ നിന്ന് ഏതോ ഒരു ഹെവി ലോഡ് വണ്ടി പോകുന്നത്, അപ്പൊ അത് സൈഡ് കൊടുത്താലേ പുറകിലുള്ള വണ്ടികൾക്ക് കയറി പോകാൻ പറ്റുള്ളൂ. 2 സൈഡിലും 2 വണ്ടികളായിട്ട് അങ്ങനെ പിടിച്ചു പോവുകയാണ്. ഇവിടുത്തെ ഈ 2 തിരക്കേ ഉള്ളൂ, അത് കഴിഞ്ഞാ ഇല്ല കേട്ടോ. നല്ല മഴയായല്ലോ. സേലം എത്താറായത് മഴ തുടങ്ങി. ദൈവമേ, നമ്മുടെ സാധനങ്ങളൊക്കെ നനയോ എന്തോ. അവര് ഷീറ്റ് ഇട്ടോ എന്തോ. അവര് ഇങ്ങനെ വരുന്ന, അവര് ഷീറ്റ് ഇട്ടിട്ടേ വരുള്ളൂ. അല്ലെ, അത് എവിടെയാ സാധനം ഇറക്കണ്ടേ? അവിടെ തന്നെ ബാംഗ്ലൂർ തന്നെയാണ് മറ്റു സാധനം ഇറക്കേണ്ടേ? ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് മാറി. നല്ല മഴ കേട്ടോ. അവരവിടെ നിന്ന് ഇറങ്ങുമ്പോ വിളിക്കുമെന്ന് പറഞ്ഞു. ഇറങ്ങും വിളിക്കുമെന്ന് പറഞ്ഞോ? ഓക്കെ. നല്ല മഴ. ഇതുവരെ വിളിച്ചില്ലല്ലോ, അപ്പൊ ഇറങ്ങി കാണില്ല അവര്. ഓക്കെ. അടുത്ത ടോൾ പാസ് എത്തിയല്ലോ. ഇത് ഇവിടുത്തെയാ? ഏതാ സ്ഥലം? സേലം എത്തിയട്ടാ. ഇപ്പൊ ഇവിടെ അതിനകത്ത് ആളില്ല. ആണോ? ആളില്ലെങ്കിൽ പിന്നെ നമുക്ക് നല്ല മഴയായി. ഇപ്പൊ ഒന്നും കാണാനും പറ്റുന്നില്ല. വീഡിയോ ഫോണടിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ. സേലം എത്തിയല്ലേ ചേട്ടാ? സേലം എത്തിയെന്ന് തോന്നുന്നു. സേലം നമ്മള് ടൗണിൽ കയറുന്നില്ലല്ലോ, ഹൈവേയിലേ പോകുന്നേ. ബൈപ്പാസ് വഴിയാണ് പോയല്ലേ. ഇവിടെ എവിടെയോ ഒരു ഷോർട്ട് കട്ട് ഇങ്ങനെ ഞാൻ ഇതിനു മുമ്പ് പകൽ വന്നപ്പോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നല്ലൊരു മഴ, പക്ഷെ ഇങ്ങോട്ട് പെയ്തിട്ടില്ല. കുറച്ചു ദൂരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു മഴ പെയ്ത് പോകുന്നു. കുറച്ചു ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു ദൂരമല്ല, കുറച്ചു ദൂരമൊന്നുമല്ല, ഒരു 5-8 കിലോമീറ്ററോളം മഴ, 5-6 കിലോമീറ്റർ മഴ ഉണ്ടായിരുന്നു. ആണോ? സേലം സ്റ്റെയിൻലെസ് സ്റ്റീൽ, അവിടെ ഒരു വലിയൊരു ബോർഡ്. പക്ഷെ ആ മാപ്പിളൊക്കെ കഴിഞ്ഞ് കുറെ കൂടെ കഴിയുമ്പോഴാണ് ഈ സേലത്തിലോട്ട് തിരിഞ്ഞു പോകുന്ന റോഡേ കാണിക്കുന്നേ. ഇവിടെ എവിടെയോ ആണ് സേലത്തിലോട്ട് തിരിഞ്ഞു, നമ്മള് മാർക്കറ്റിലോട്ട് ടൗണിലോട്ടൊക്കെ പോവാനേ. ഉറക്കം വന്നു തുടങ്ങിയോ? ഉറക്കം വന്നു തുടങ്ങി. അടുത്ത എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലം നോക്കി നിർത്തി അവിടുന്ന് നമ്മളതവിടെ വിചാരിച്ചിട്ടാ വന്നേ. പക്ഷെ എന്ത് അപ്പോഴും മഴ പെയ്തില്ലേ? ഫുഡും കഴിച്ചിട്ട് അതിനിച്ചിരി വെള്ളമൊക്കെ കൊടുക്കണം. ഇനി ടോൾ പ്ലാസ ഒക്കെ ആണെങ്കിൽ ഇനി ഏകദേശം 10-30 കിലോമീറ്റർ പോകണ്ടേ. പക്ഷെ അത് കഴിഞ്ഞ് പോരെ, അവിടെ എവിടെയും നിർത്തിയാൽ മതി. ഇതിന്റെ ഇടയ്ക്ക് എവിടെയും നിർത്താൻ സ്ഥലം ഉണ്ടാവുമോ? 1 മണിക്കൂർ യാത്രയോടെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ നോക്കിയാലോ. പക്ഷെ ഈ ഫ്ലൈ ഓവറാണെന്ന് ആണെന്ന് തോന്നുന്നു, കയറി തിരിഞ്ഞ് വളഞ്ഞ് പോകുന്നത് മലയുടെ സൈഡിൽ കൂടെ ആണോ തോന്നുന്നു. പക്ഷെ ഇനിയിപ്പം നമുക്കൊന്നും അറിയാൻ പറ്റില്ല. മല പോലും കാണാൻ പറ്റുന്നില്ല. ഇനി മല കാണാൻ പറ്റില്ല, ഇരുട്ടല്ലേ. ഇരുട്ടായി, ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ റോഡ്, അതെ റോഡ് തിരിയുന്നുണ്ട്. ഇത് തന്നെ, ഈ റോഡ് തിരിഞ്ഞ്
എന്തോ ബോർഡ് വെച്ചിട്ടുണ്ട് സ്ഥലങ്ങളുടെ. അല്ല, ഞാൻ ഉദ്ദേശിച്ച സ്ഥലം ഇതല്ല അല്ലേ? പക്ഷെ റോഡ് രണ്ടായിട്ട് ഇതാവുന്നുണ്ട്. നേരെയുള്ള റോഡല്ല നമുക്ക് പോവേണ്ടേ. പക്ഷെ ഇത് ടൗൺ പോലത്തെ സ്ഥലത്തൂടെയാ പോകുന്നത്. സേലം സിറ്റി ഇതേ തിരിയാൻ വേണ്ടി ഇതുണ്ടല്ലോ. സേലം സിറ്റി ഇവിടെ നിന്ന് ലെഫ്റ്റ്. നമുക്ക് ആ ഫ്ലൈ ഓവർ വീണ്ടും കയറണം. ആണോ? ഓക്കെ. ആ ഈ റോഡ് വളഞ്ഞ് പോകുന്നുണ്ട്. ബസ്സാണോ? ഹോൺ അടിക്കുന്നത് ഭയങ്കര ഹോൺ അടിയാ അവർക്ക്. ട്രക്കൊന്നും ഇങ്ങനെ ഹോൺ അടിച്ചു അല്ല, ഇതാ പിക്കപ്പ്. കണ്ടോ അവിടെ റോഡ് പണി നടക്കുന്ന സൈഡിൽ ഒരു ആക്സിഡന്റ് ആണ് കേട്ടാ. ആക്സിഡന്റ് ആണോ? വണ്ടിയെല്ലാം ഇതായിരിക്കും, ഓഫ് റോഡായി കാണും. ആക്സിൽ പൊട്ടിയാൻ തോന്നുന്നു. വണ്ടിയുടെ ആക്സിൽ പോയതാ. CJ പ്ലാസിയോ ലക്ഷറി റൂം. ലക്ഷറി ഫോർ റൂംസ് ആയിരിക്കും. ചേട്ടൻ പറഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലമല്ല, പക്ഷെ ഓൾറെഡി ഈ പാലം ഇങ്ങനെ വളഞ്ഞു പോകുന്നതായിരുന്നു കേട്ടോ. അതിന് ഇതും കഴിഞ്ഞ് അടുത്ത് എവിടെയാ വരുന്നത്? രാത്രി ആയതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. മാപ്പ് നോക്കി അങ്ങ് പോകാം. ഈ രാത്രി മാപ്പ് നോക്കി വല്ല എന്തോന്ന് പറഞ്ഞ കുളത്തിലോ കുളത്തിൽ 2 പ്രാവശ്യം നമ്മൾ പോയി നിന്നില്ലേ? ഒരു പ്രാവശ്യം. എവിടെ? നമ്മള് ചെന്നൈ അവിടെ ഒരു കുഴിയായിരുന്നു, ചവിട്ടാനും പറ്റില്ല. ചെറുക്കൻ ബാക്കിലുണ്ട്. അതല്ല ബാക്കിലുള്ള കുഴികളിൽ വീഴുമ്പോഴാണ് വണ്ടിയുടെ ഇതെന്താ പറയുന്നത്, ബാലൻസ് ഇതാവുന്നത്, വീൽ അലൈൻമെന്റ് മാറും. അതുമല്ല ബാക്കിൽ സാധനമുണ്ട്, കുപ്പിയുണ്ട്. 2 കുപ്പി ഇരിപ്പുണ്ട്. അത് മിക്കവാറും അവിടെ ചെല്ലുമ്പോ മൺകുപ്പി നിനക്ക് അവിടെ വെച്ചിട്ട് വന്നാ പോയായിരുന്നു. തൂത്തുവാര്. അത് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണ എങ്ങനെയാ? അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇതായിട്ടില്ല. അതെനിക്ക് അങ്ങനെ 2 ചെടി ഇരിക്കില്ല അതിന്റെ സൈഡില് ആ കുപ്പി വെച്ചിട്ടുള്ളത്. അതെ, ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോകുമ്പോ അറിയുവാണെങ്കിൽ ഒന്നും ചെയ്യില്ല അല്ലേ? 2 ചെടിച്ചട്ടിയുടെ ഇടയ്ക്കാ അതിനെ വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ മണം, റോസ്മേരിയുടെ മണമൊന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. മൊത്തം ബാക്കല്ലേ, അങ്ങനെ ഇങ്ങ് ഒരു മണം. വേറെന്തെങ്കിലും വെച്ചാൽ എന്നാ മണമായിരിക്കും? വല്ല മുള്ളിയോ ഉണക്കമീനോ എല്ലാം വെച്ചിരുന്നെങ്കിൽ ഫ്രണ്ട് വരെ മണം കയറത്തില്ലേ? അങ്ങനെ മണം വരില്ലല്ലോ, അത് കൂട്ടി ഉരശിയാലല്ലേ അതിന്റെ മണം. അല്ലെങ്കിൽ അവിടുത്തെ കാറ്റ് ഇങ്ങോട്ട് അടിക്കണം. നമ്മളിപ്പോ എത്ര കിലോമീറ്റർ ആയി? 185 204 കിലോമീറ്റർ ആയി. 204 കഴിഞ്ഞോ? നാമക്കൽ തിരിച്ച് കോയമ്പത്തൂർ ഈ റോഡ് ഡിസ്റ്റൻസ് എഴുതിയിട്ടില്ല. ഇനി നമ്മള് വന്നതിന്റെ ഇരട്ടി നമ്മൾ ഇനി പോയാലേ. വന്നതിന്റെ ഇരട്ടിയോ? 537 കിലോമീറ്റർ ഉണ്ട്. അത് ട്രിവാൻഡ്രം അല്ലേ? പക്ഷെ നമുക്ക് തിരിഞ്ഞ് നമുക്ക് അത്രയും ഉണ്ടാവുമോ? അതിങ്ങനെ സർക്കിൾ കറങ്ങി പോവല്ലേ ഏട്ടാ? സർക്കിൾ കറങ്ങി നേരെ അങ്ങ് പോവല്ലേ? കുറച്ച് നല്ല തിരക്കുള്ള സ്ഥലം അല്ലേ? ട്രാവൽ സിഗ്നലൊന്നുമില്ല. Continue on National Highway 44 for 2 kilometers. അവര് പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ 2 കിലോമീറ്റർ.
തമിഴ്നാട്ടിൽ പിന്നെ ആരും ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുന്നത് കാണാൻ നമുക്ക് പറ്റില്ല. ഹെൽമെറ്റിന് അസുഖം വരും. ആ ഉണ്ട്, ദേ ഒരാളുണ്ട്. ചേട്ടൻ കാണാൻ പറ്റില്ല എന്നൊന്നും സങ്കടപ്പെടണ്ട. ഇവിടെ ഇല്ലേ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ പെറ്റിയടിക്കുന്നൊന്നുമില്ല തമിഴ്നാട്ടിന്. ഉണ്ടാവില്ലായിരിക്കും, കമ്പൽസറി അല്ലായിരിക്കും. ബാംഗ്ലൂർ ഇപ്പം നിർബന്ധമായിട്ടാ. ജീവനിൽ കൊതിയുള്ളവർ മാത്രം വെച്ചാൽ മതി, അങ്ങനെ ആയിരിക്കും. ബാംഗ്ലൂർ അങ്ങനെ അല്ലല്ലോ ഇപ്പം. നേരത്തെ കമ്പൽസറി ആണ്, പക്ഷെ ആൾക്കാർ വെക്കാതെ പോകുന്നതായിരുന്നു. ഇപ്പം ഭയങ്കര എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ അവിടെ റെയിൽവേ ക്രോസ് ഇല്ലേ, അവിടെ ചിലർ 2-3 പോലീസുകാരുണ്ട് കേട്ടോ. ഈ വണ്ടി ട്രെയിൻ പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ വിടുമല്ലോ, ആ 2 സൈഡിൽ നിൽപ്പുണ്ട് ആൾക്കാർ, അപ്പുറം ഇപ്പുറം പോലീസുകാർ മൊബൈലും വെച്ചോണ്ട് ഫോട്ടോ എടുക്കാൻ കണക്കാക്കി. തിരക്ക് പിടിച്ച സ്ഥലം ഒന്ന് കഴിഞ്ഞാൽ തോന്നുന്നല്ലേ. മധുര കന്യാകുമാരി പോണ്ടിച്ചേരി എഴുതി വെച്ചിട്ടുണ്ട്. കന്യാകുമാരി മധുര 245, കന്യാകുമാരി 454 കിലോമീറ്റർ. 400 Keep right to continue on National Highway 79. കന്യാകുമാരിക്കോ? അപ്പൊ അതിനേക്കാളും ദൂരമാണ് തിരുവനന്തപുരത്തിന് പോവാൻ. പിന്നെ നമ്മുടെ നാറൂരിൽ നിന്ന് കന്യാകുമാരിക്ക് എത്ര 400 meters, take the exit on the right for National Highway 44. കന്യാകുമാരിക്ക് നാറൂരിൽ പോകുന്ന വേറെ ഏതോ വഴിയിലും കൂടെ പോകും തോന്നുന്നു. ആണോ? നമ്മൾ ആദ്യത്തെ ആ വണ്ടിയുള്ള സമയത്ത് Take the കന്യാകുമാരി exit on the പോയതാണ്. right for National Highway 44. Then use the right 2 lanes to take the ramp to National Highway ഇവിടെ റോഡ് 44. തിരിയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ സ്ഥലം ഇവിടെ കാണാം, പക്ഷെ ഇത് ഒന്നും അറിയത്തില്ല, ഇതൊന്നും അറിയില്ല. മലയിൽ കുറച്ച് വെട്ടം മാത്രമുണ്ട്, പക്ഷെ അത് വീടുകളാണ്. ഒന്നും കണ്ടുകൂടെ ഇതിനകത്ത്, ഒന്നും അറിയാൻ പറ്റില്ല, ഇരുട്ട് മാത്രം. എത്തിയല്ലോ. ഇതെവിടുത്തെ ഏട്ടാ? കണ്ടുകൂടെ എനിക്ക് അതിനകത്ത് ബോർഡ് കുത്തനെ നോക്കാൻ പറ്റുന്നില്ല ഇതിനകത്ത്. താങ്ക് യു. നമുക്ക് സൈഡിലോട്ട് എവിടെയും ഇവിടെ സൈഡിലോട്ട് ഒതുക്കാം. പാർക്ക് ഒരു കട ഉണ്ടോ? ഉണ്ട്. എന്നാലും അത് ചെടിക്കടയോ? എന്നാലും കുഴപ്പമില്ല, കുറച്ച് ലോറിക്കാരൊക്കെ ഉണ്ട്. കുറച്ച് കണ്ടിട്ടിരുന്നായിരുന്നു. അല്ല അവിടെ എല്ലാം തിരക്ക്. ഹോട്ടലുകളും കൂടെ കണ്ടിട്ടുണ്ട്. ആ മതി, അവനെ ഒന്ന് ഇറക്കാം. ഞങ്ങളുടെ രാത്രിത്തെ ഡിന്നർ കഴിഞ്ഞു, അടുത്ത യാത്ര തുടങ്ങി. റോക്കിക്ക് ഞങ്ങൾ ഇടയ്ക്ക് നിർത്തി വെള്ളമൊക്കെ കൊടുത്ത് അവനെ ഒന്ന് ഇറക്കി നടത്തുകയൊക്കെ ചെയ്തായിരുന്നു. ഡിന്നർ ഒത്തിരി ഹെവി ആയിപ്പോയി. എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രാത്രിയുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി തന്നായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ എത്രത്തോളം ദൂരം പോകാൻ പറ്റുമോ അത്രയും അങ്ങ് പോവും. ഉറക്കം വരുവാണെങ്കിൽ നിർത്തി കിടന്നുറങ്ങണം. ഡിന്നർ ഒരു വല്ലാത്ത ചതിയായി പോയി കേട്ടോ. ആണോ? കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിച്ചായിരുന്നു എത്ര ചപ്പാത്തി കഴിക്കുമെന്ന്. പറഞ്ഞ് 2-4. അത് ഞാൻ കരുതി ചെറിയ ചപ്പാത്തി ആയിരിക്കും. ഇത്രയും ഒരു മലയാളി ഇത്രയും വലിയ ചപ്പാത്തി ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നിയില്ലല്ലോ. ഒരു ചപ്പാത്തി എന്ന് പറയുന്നത് ഒരു 1-2 എന്ന് പറയാൻ പറ്റില്ല, ഒരു 2-2.5 ചപ്പാത്തി ആയിപ്പോയി. ഏതായാലും ടേസ്റ്റ് ആയിരുന്നല്ലോ, നമ്മള് കളഞ്ഞില്ലല്ലോ. അടിപൊളി സൂപ്പർ ഫുഡായിരുന്നു. കളഞ്ഞൊന്നുമില്ല, നമ്മളെല്ലാം കഴിച്ചു, വയറ് ഫുള്ളായി. ഇനി അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്താൽ ഇപ്പോൾ മണി 9:30 ആയി. 9
പാതയ്ക്ക് വേണ്ടി യാത്ര തിരിച്ചു. ഇതുവരെ 262 കിലോമീറ്ററേ വന്നുള്ളൂ. ഇനി ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി ഒരു 400 സംതിങ് നോക്കണം. 460 കിലോമീറ്ററോളം വരും. അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ രാവിലെ ഒരു 7 മണിക്ക്. പക്ഷെ ഇടയ്ക്ക് നമുക്ക് ഉറക്കം വരെ നമ്മൾ നിർത്തത്തില്ല. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ വീടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല ഇനി എവിടെയെങ്കിലും ഹോൾട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഹോൾട്ട് ചെയ്യുന്ന അത്രയും സമയം വേണ്ടി ഡിലേ ആവും. ഇതുവരെ ഉറക്കമൊന്നും വന്നില്ല. ഇനിയിപ്പം വയറ് ഫുള്ളല്ലേ, ഇനിയിപ്പം മിക്കവാറും ഉറക്കം വരുമെന്നോ തോന്നുന്നു, ഇത്രയും ഫുള്ളായിരിക്കുന്നുണ്ട്. പക്ഷെ ചേട്ടാ അവിടെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചല്ലേ? നല്ലതായിരുന്നോ? അടിപൊളി ചായ ആയിരുന്നു. സോപ്പിട്ട് പതച്ച പോലെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അപ്പൊ മിക്കവാറും എന്താന്ന് അറിഞ്ഞോളൂ, ഭയങ്കര പതയായിരുന്നു. ആണോ? ഞാൻ കോഫിക്ക് ഇങ്ങനെ പതഞ്ഞ് കണ്ടിട്ടുള്ളൂ. ഇത് ചായക്കും അത് ചേട്ടാ അടിക്കുന്ന കണ്ടില്ലായിരുന്നു, എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടില്ലായിരുന്നു. അപ്പോഴേക്കും അപ്പുറത്ത് കപ്പലിന്റെ കൂട്ടം മേടിക്കാൻ വേണ്ടി പോയിരുന്നു. കപ്പലിന്റെ പ്രായം അത് മേടിച്ചു. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. വെള്ളം ചൂടുവെള്ളം എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് ചെറിയൊരു തലവേദനയുടെ ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കുടിച്ചപ്പോൾ നോക്കാം, അല്ലെങ്കിൽ ഗുളി അടിക്കേണ്ടി വരും. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ? ഇവിടെയാണോ പ്രശ്നമുള്ളത്? അറിയില്ല. TNDK എക്സ്പ്രസ് വേ ലിമിറ്റഡ് ഇവിടെ അല്ലല്ലോ. ഇവിടെ നമ്മൾ അങ്ങ് എത്തിയില്ലല്ലോ, മധുര കഴിഞ്ഞില്ലല്ലോ. ഓക്കെ താങ്ക് യു. ഇതിപ്പോ എത്ര ടോൾ പാസ് ആയെന്ന് അറിയാവോ? ഞാൻ ഇടയ്ക്കൊക്കെ പുറത്തോർത്ത് പോയി മറന്നുപോയി. അത് എത്ര ആയെന്നൊന്നും അറിയില്ലല്ലോ. ഒത്തിരി ലോറിക്കാരുണ്ടല്ലേ. എന്തെത്തിയോ ഒന്ന് വീണ് കേട്ടോ, ആക്സിഡന്റ് കേട്ടോ. എന്റെ പൊന്നീശോപ്പോ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. ഞാൻ വെച്ച് കൊച്ചായിരിക്കും കേട്ടോ. അല്ല, പ്രായമുള്ള ആളാ. മധുര എത്താറായോ? ഏകദേശം മധുര അടുപ്പിച്ച് വരുന്നുണ്ട്. എത്ര കിലോമീറ്റർ അറിയില്ല, 10-25 കിലോമീറ്റർ കാണുമായിരിക്കും. സമയം 11 മണിയായല്ലേ? 10-58 11 മണിയാവുന്നു. പക്ഷെ എന്തായാലും വലിയ തിരക്കില്ലായിരുന്നു റോഡ് ഇതുവരേക്കും. പിന്നെ ഇന്ന് ഓട്ടോറിക്ഷയുടെ ഒരു പ്രോബ്ലംസ് ഒന്നും ഇടയ്ക്കൊന്നും ഉണ്ടായില്ല. ഈ ഹൈവേയിൽ ഓട്ടോറിക്ഷ ഉണ്ടാവോ? ഈ ഹൈവേയിലൊക്കെ കയറുന്നു. കുഴപ്പമില്ലായിരുന്നു ഇന്നത്തെ യാത്ര. ഇനിയും കിടക്കുമല്ലേ, ഒന്നും ആയില്ലല്ലോ. ഇതുവരേക്കുള്ളത് കുഴപ്പമില്ല. 600-571 ഇനി ഒരു 325 കിലോമീറ്റർ കൂടെ കാണും നമുക്ക്. ഒരു 6 മണിക്കൂർ യാത്രയല്ലേ? 10-11 മണി 5-6 മണി. ഇവിടുത്തെ നിർത്താതെ 6 മണി. നിർത്തണം, രണ്ടിടത്തൂടെ നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കെനിക്ക് നല്ല ഉറക്കം വന്ന ആ ഒരു ആക്സിഡന്റ് കണ്ടതോടെ ഉറക്കവും പോയി. വല്ലാത്തൊരു ആക്സിഡന്റ് ആയിരുന്നു. അത് കുടിച്ചിട്ട് എനിക്ക് ചരിഞ്ഞ് വീണതായിരിക്കും തോന്നുന്നു. പക്ഷെ പുള്ളിക്കാരൻ അനങ്ങില്ല. എനിക്കത് കൊച്ചാന്ന് തോന്നി. പക്ഷെ ആള് ഇച്ചിരിയേ ഉള്ളൂ. പക്ഷെ വയസ്സായ ആളാട്ടോ. വയസ്സല്ല, ആ പിള്ളേർ പറഞ്ഞിട്ടില്ലേ കുടിച്ചിട്ടാന്ന് കിടക്കുന്ന ഇതാണെന്ന്. വേറെ മുറിവൊന്നും ഇല്ല അല്ലേ അതിലെന്താന്ന്. ഇത്രയും നേരം കിടന്നിട്ടില്ല. അവൻ അവിടെ മുതലേ നിൽപ്പ. വണ്ടിയുടെ കുലുക്കം കൊണ്ടായിരിക്കും ചിലപ്പോ അവൻ കിടക്കാത്തത്. അല്ലെങ്കിൽ അവൻ ഇത് തന്നെയല്ലോ വന്നു കഴിഞ്ഞാൽ അവിടെ എത്തുന്നത് വരെ നമ്മളവിടെ വണ്ടി ഓഫ് ചെയ്തിട്ടിട്ടും അവൻ ഇതായില്ലല്ലോ, കടന്നില്ലല്ലോ. എന്നെ യുവർ സേഫ്റ്റി ഈസ് അവർ പ്രൈഡ്. അങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് ബോർഡിലൊക്കെ കാണുന്നുണ്ട്. സേഫ്റ്റിയൊക്കെ നോക്കി ഓടിച്ചാൽ നമ്മൾ പതുക്കെയല്ലേ പോകുന്നുള്ളൂ, എത്തേണ്ടടുത്ത് ഒത്തിരി. പക്ഷെ നല്ല ഇരുട്ട്, ഒന്നും ഇല്ലല്ലോ. വെളുക്കുന്ന ദൂരെ എവിടെയൊക്കെ വെട്ടമുള്ളതെന്നല്ലാതെ. ഈ പാലം വരുന്നിടത്തോടെ ഇപ്പം പാലം ഉണ്ടോ? പാലം അവിടെ വരാറായോ? സ്ട്രീറ്റ് ലൈറ്റിന്റെ ആ ലൈറ്റ് വരുന്നുണ്ട്. അത് എങ്ങനെയൊക്കെ വരുന്നിടത്തേ വരുന്നുള്ളൂ, എല്ലായിടത്തും ഇല്ല. എന്നാലും റോഡൊക്കെ ഏകദേശമൊക്കെ കുറേ റിപ്പയർ ചെയ്തിട്ടുണ്ടോ?
അല്ലെങ്കിൽ നമ്മൾ അന്ന് പോയപ്പോഴത്തെ പലയിടത്തും നമുക്ക് തിരിഞ്ഞു പോകേണ്ടി വന്നായിരുന്നു കേട്ടോ. ഇപ്പൊ 2-3 ഇടത്തല്ലേ അങ്ങനെ വന്നിട്ടുള്ളൂ. ഇല്ല, അതെ, ഇപ്പൊ അത്രയും വലിയ വൺ സൈഡ്. തിരിച്ചു വരണം എനിക്ക് തോന്നുന്നു. സൺഡേ നോക്കി വന്നാ വലിയ തിരക്കില്ലാതെ. പക്ഷെ ബാംഗ്ലൂരൊക്കെ എത്തുമ്പോ കന്യാകുമാരി 280 കിലോമീറ്റർ, മധുര 62 കിലോമീറ്റർ. മധുര 62 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. മധുര 62. അപ്പൊ ഇനി കിടക്കുന്ന 1 മണിക്കൂറിനും കൂടുതല്. അപ്പൊ 12 മണിയാവും എത്താൻ. 12 മണിക്ക് അടുപ്പിച്ചാവും. അടുത്ത ടോൾ പാസ് കഴിഞ്ഞിട്ട് മധുര സ്റ്റാർട്ട് ആവാൻ. ടോൾ ഇത് എത്താറായോ? പക്ഷെ ഒത്തിരി ബോർഡുകൾ ഇവിടെ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHA. ഇതിൽ കൂടെ പോകാം അല്ലേ? ഇവിടെ ആളുണ്ടോ? ഒരാൾ കുത്തിയിരിക്കും പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആണോ? പൂക്കള് പോകുന്നതല്ലേ ആ വണ്ടിക്കകത്ത്? പൂക്കള് പോയതല്ലോ അന്ന്. ഇവിടെ തുറന്നിട്ടേക്കുന്നുണ്ട്. ആളുണ്ട്. അത് പോകാമോ? പോകണ്ട, എന്തായാലും മാന്യമായിട്ട് പോയാൽ മതി. അത് ഓഫ് ചെയ്ത്, അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത്രയും നേരം ഓൺ ചെയ്ത് വെച്ച് ഇത് കയറി വരുന്നുണ്ട്. അടുത്ത് മധുരൈ. അതിലേക്ക് കിലോമീറ്റർ കാണിക്കുന്നില്ലല്ലോ. അവിടെ ഒരിടത്താണോ വന്നത്? ടോൾ പ്ലാസ അവിടെ കഴിഞ്ഞു. മധുര കഴിഞ്ഞിട്ട് ട്രെയിൻ അല്ലേ പോകുന്നേ? ട്രെയിൻ പോകുന്നുണ്ട്. ട്രെയിൻ കാണാൻ പോയി കഴിഞ്ഞു. തിരുവനന്തപുരം ലെഫ്റ്റ്, നാറോല് നേരെ. നമുക്ക് നാറുകോൽ റോഡല്ലേ പോകണ്ടേ? നാറോല് പിടിച്ച് തിരുവനന്തപുരത്തേക്ക് പോകണം. ഇതുവഴി കഴിഞ്ഞപ്പോൾ തെങ്കാശി വഴി പോകുന്ന റോഡ് അത്ര സേഫ് അല്ല നൈറ്റ് ജേണിക്ക് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതല്ല, അവിടെ കുറെ റോഡ് പണി നടപ്പുണ്ടെന്ന് ശരിയായോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ ഇതിനു മുമ്പ് പോയപ്പോഴത്തേക്ക് ഇതിപ്പോൾ നമ്മൾ തെങ്കാശി റോഡാണോ പോകുന്നത്? ആ, തെങ്കാശി നേരെയല്ലേ? ഇപ്പം നമ്മൾ നേരെ പോകുന്ന നാറുകോൽ റോഡാ. തെങ്കാശി അവിടെ തിരിഞ്ഞു പോകണം. ആണോ? തെങ്കാശിയിൽ എന്തിനു പോകുന്നത്? ഓക്കെ ഓക്കെ. സെറ്റിയിലൊന്നും ഇവിടെയും ഇത് എടുക്കണ കാര്യം ഇവിടെ എടുക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. കാർഡ് ഇവിടെയും പ്രശ്നമാണ്. ആണോ? കയ്യിൽ മേടിച്ച് വെച്ചിട്ട് ആൾക്കാരെ മൊത്തം വിളിക്കും. ഇനി ഒന്നുകൂടെ കാണും അല്ലേ? ഇപ്പൊ സമയം എത്രയായി? 2:30 മണിയായല്ലേ? 12 മണിക്കൂറാവാൻ പോകണം. അരമണിക്കൂറുടെ അല്ല 3/4 മണിക്കൂറുടെ കഴിഞ്ഞാൽ 12 മണിക്കൂറാവും ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്. ക്ലോസ് ചെയ്ത് വെച്ചു. ഇത് ഓഫായിരുന്നു.
അത് ഓഫായിരുന്നു. നമ്മൾ നോക്കാൻ വന്നോ ബാക്കിൽ റെഡ്? അല്ല, അപ്പോഴേ റെഡൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ റെഡ് ആക്കിയതാ. ആണോ? തട്ടുമായിരുന്നു അല്ലേ പോകാൻ? അപ്പുറത്തൊന്നിരിക്കുന്നു, അപ്പുറത്തൊന്നുണ്ട് നോക്കിക്കൊള്ളേ. ഇപ്പൊ ഓണായല്ലോ, ഇതായല്ലോ, ഓണായല്ലോ. എവിടെ തിരിയല്ലോ ഏട്ടാ, ഇത് മതിയല്ലോ, ഇത്ര മതിയല്ലോ. റിവേഴ്സ് ഒക്കെ എടുത്ത് പോയി. ഇവിടെ ആളുണ്ടോ? അടിപൊളി. ആ രണ്ടിടത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. ഇത് തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 2-3 കഴിയുമ്പോഴാണ് പിന്നെ മറ്റേ അവരെ എടുക്കാതെ വരുന്നത്, കാർഡ് എടുക്കാതെ വരുന്നത്. തുടങ്ങിയെടുത്ത പേര് എഴുതിയിട്ടില്ല, ഇരുന്നിട്ടും പേരില്ല. വേണ്ടായിരുന്നോ? ഒന്നും വേണ്ട. കേരളത്തോട് അടുത്തില്ലേ, കേരളത്തിന്റെ കാറ്റടിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീടെത്താൻ വേണ്ടി പോകുന്നല്ലേ, കുറച്ചുകൂടെ ഉണ്ട്. നമ്മുടെ അങ്ങോട്ട് റോഡ് തിരിയാറായി. 4:30 നമുക്കവിടെ തിരിച്ചപ്പം കാണിച്ച സമയം. അരമണിക്കൂർ ഞങ്ങൾ കൂടുതലായിട്ട്. അങ്ങനെ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ഇറങ്ങുകയാണ്. റോക്കി കിട്ടാതെ എവിടെ എത്തിയടാ? വീടെത്തിയ റോക്കി. നമ്മളെത്തി. കഥവും തുറന്നിട്ടോണ്ടാ വെയിറ്റ് ചെയ്യുന്നുണ്ട് റോക്കി. അമ്മച്ചി മക്കളെ ഇവിടെ ഇട്, എന്നിട്ട് പിന്നെ ഇത് ഇട്ടാ മതി. ഇവിടെ ഇട്, ആരാ നോക്ക്. അമ്മച്ചി 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 എത്തി. അമ്മ എൻ്റെ അപ്പേ ഇറങ്ങിക്കോ. ചൂച്ചു വെക്കണമെങ്കിൽ പോയി വെച്ചോ, ശൂശു വെക്കണമെങ്കിൽ വെച്ചോ. ആ മക്കളുടെ സ്ഥലത്ത് തന്നെ പോയി ശൂശു വെച്ചോ. കഴിഞ്ഞോ? വീണു പോവല്ലേ? ആരുണ്ട് അവിടെ? ആരുണ്ട്? അവൻ രക്ഷപ്പെട്ടു. വീടെത്തിയല്ലേ മക്കളെ?